രാജ്യത്തിന്റെ ഭരണ ചരിത്രം പരിശോധിച്ചാൽ, സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ, ദീർഘകാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗക്കാർക്കും അവസരങ്ങൾ ഉണ്ടാവണം, എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. നിങ്ങൾ ഈ രാജ്യത്തെ കൊടുത്ത് കാശ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ഒരു രീതി നാട്ടുകാർക്ക് ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ LICയുടെ ആസ്തി എത്രയാണ്? ഞെട്ടിപ്പോവും. 33 ലക്ഷം കോടി രൂപ. 1 കോടി രൂപ എടുത്ത് ഇതിന്റെ പുറത്ത് വെച്ച സത്യമായിട്ട് ഞാൻ ബോധം കേട്ടെങ്കിൽ ഈ ലക്ഷം കോടി എന്നൊക്കെ ഞാൻ നിന്ന് വായിച്ചില്ലേ. ഇന്നസെന്റ് ലോട്ടറി അടിച്ചപ്പം 2, 4, 6 കുറെ കണ്ടിട്ടുണ്ട്, 8 കുറെ കണ്ടിട്ടുണ്ട്. അടിച്ചു മോളെന്ന് പറഞ്ഞ് വീഴത്തില്ലേ. 33 ലക്ഷം കോടി രൂപയാണ് LICയുടെ ആസ്തി. 76% ആളുകളാ LIC പോളിസി എടുത്തിട്ടുള്ളത്. ആ LIC കൊടുത്ത് കാശ് വാങ്ങിക്കാൻ പോകും. അറിയുന്നുണ്ടോ RSSകാരാ? രണ്ടാമതെന്താ? BSNL. എത്ര ആസ്തി? എത്ര കോടി രൂപയുടെ ആസ്തിയാണ്? 76,000 പേരെ പിരിച്ചുവിട്ടു. ലോകത്തൊരു സ്ഥാപനവും 76,000 പേരെ ഒരുമിച്ച് വളണ്ടറി റിട്ടേൺ കൊടുത്തിട്ടില്ല. 150 തീവണ്ടികൾ സ്വകാര്യവൽക്കരിച്ചു. ഒറ്റയടിക്ക് ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 146 രൂപ ഗ്യാസിന് കൂട്ടി. നമ്മുടെ വിമാനത്താവളം അദാനിക്ക് കൊടുക്കും. വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ. പിണറായി പറയുന്നു ഈ വിമാനത്താവളം എന്താ സിയാൽ മോഡൽ ഞങ്ങൾ നടപ്പിലാക്കാം. പാടില്ല. ബിസിനസ് നടത്തുന്ന ജോലിയല്ല സർക്കാർ. എല്ലാം കൊടുത്ത് കാശ് വാങ്ങിക്കും. ഈ രാജ്യം മുഴുവൻ തീർന്നി കൊടുക്കുക. ഈ സമ്പത്താണ് അദ്വാനിയുടെയും അമിത്ഷായുടെയും കാശെന്ന് പറയും. അവരിത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കും. എങ്ങനെയാണ് ഈ രാജ്യം സമാധാനപരമായിട്ട് പോകുന്നത്? പിതാമഹന്മാർ നടത്തിയ സുഹൃതം കൊണ്ട് മാത്രം നമ്മൾ സമാധാനപരമായിട്ട് പോകും. എന്നിട്ട് ഇപ്പൊ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക 2050 ഇന്ത്യ ഇസ്ലാം രാഷ്ട്രമായി മാറും, ഇസ്ലാം പെറ്റുപെരുകാൻ പോവുകയാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. 800 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 14% മാത്രമാണ്. എല്ലാം നുണപ്രചരണങ്ങളാണ്. വിവരമില്ല, വായനയില്ല, പഠനമില്ല. എന്തോ വായിക്കുന്നേ? രാവിലെ ബാലരമ 9:30 കാപ്പി കുടിച്ചിട്ട്, ഉച്ചയ്ക്ക് ബോബനും പോണി, രാത്രി പിന്നെ കളി കൊടുക്കുക അല്ലേ? എന്താ ഇത്? ഇവരുടെ കയ്യിലുള്ള വിവരം എന്താ? ഒട്ടകം ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തോണ്ട് പറയുക, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ സ്ഥാപിച്ചപ്പോ കമ്മ്യൂണിസ്റ്റ് ആചാരനായ EMS തിരിഞ്ഞു നോക്കിയില്ല അവിടെ. അപ്പൊ ചർച്ചയെ പങ്കെടുത്തിരുന്നു. നിങ്ങൾ എന്തോ പറയുന്നേ? അതിന്റെയൊക്കെ രേഖ എന്റെ കയ്യിലുണ്ട്. ശങ്കരാടി താണ്ട രേഖ. ഇന്നസെന്റ് താഴോട്ട് നോക്കിയപ്പോ ചങ്ങലയാശാനേ, ചങ്ങല താഴെ കിടക്കുക. എന്തോ രേഖ? അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നിടത്ത് EMS പോയില്ല. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നായിരുന്നു? 1888. EMS ജനിച്ചതെന്നാ 1909. എന്തുകൊണ്ടാ പോകാൻ? ഞാൻ വണ്ടി കിട്ടിയില്ലായിരുന്നു. ചാനൽ കയറുന്നുണ്ട് പറയാ. വേറെ ഒരാളുണ്ട്, സുരേഷ് ഗോപി. പുള്ളിക്കാരൻ ചങ്ങനാശ്ശേരി NSSന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സുകുമാരൻ നായർ കയറ്റിയില്ല. എന്താ കയറ്റാന്നറിയോ? പുള്ളി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. കഴിഞ്ഞ വർഷം മോഹൻലാൽ എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെല്ലാം കൂടെ മോഹൻലാൽ പോയപ്പോൾ എൻ്റെ പുറകിലാണ്. സുകുമാരൻ നായർക്ക് പ്രസംഗിക്കാൻ ആളില്ല. അതുകൊണ്ട് ആര് ചെന്നാലും പുള്ളി കയറ്റത്തില്ല. പുള്ളി സുരേഷ് ഗോപിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രതിനിധിസഭ അംഗമല്ല, കൊണ്ട് നിങ്ങളെ കയറ്റത്തില്ല. സുരേഷ് ഗോപി പുറത്തോട്ടിറങ്ങിയെന്ന് പത്രക്കാരി ഒന്ന് ചോദിച്ചു, എന്താ അവിടെ സംഭവിച്ചത്? സുരേഷ് ഗോപി പറഞ്ഞു, ഞാനും ചെവിയുടെ പുറകിൽ കൂടെയുള്ള ഒരു നായരാണ്. സത്യത്തിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പുസ്തകശേഖരം എല്ലാം പിടിച്ച് മറിച്ച് താഴെ ഇട്ടിട്ട് പരിശോധിച്ച് നരവംശാസ്ത്രം പുസ്തകം രാത്രി 1 മണിക്ക് എൻ്റെ കൈ കിട്ടി. ഞാൻ നോക്കി എന്തിനാണെന്നറിയാമോ? ഈ ജാതി അടിസ്ഥാനത്തിലാണോ പൂട കളിക്കുന്നറിയാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനല്ല. എന്തൊരു വിവരക്കട വിളിച്ചു പറയുന്നത്. BJP ആയി കഴിഞ്ഞാൽ എന്ത് വിഡ്ഢിത്തരം വിളിച്ചു പറയാവോ? ചാനലിൽ വന്നിരുന്നുകൊണ്ടും എന്ത് അഹങ്കാരം വിളിച്ചു പറയാം. ചരിത്രത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, പൗരത്വത്തെക്കുറിച്ച് ഇപ്പൊ നമ്മുടെ അബ്ദുള്ള കുട്ടിയും ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ പറയുന്നത് എന്താ? ആരിഫ് മുഹമ്മദ് ഖാൻ 5 പാർട്ടി പോയ ആളാണ്. കന്നി എന്നാ കന്നും കൂട്ടത്തിലെ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയും അവിടെ തന്നെ ചെന്ന് ചേർന്നു. അബ്ദുള്ള കുട്ടി 3 പാർട്ടി പോയ ആളാണ് അല്ലേ? അബ്ദുള്ള കുട്ടി, ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ പറയുന്നത് എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഈ പൗരത്വം നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രീതി എങ്ങനെ? ആ രീതി അനുസരിച്ച് ഒരു ഫോം തരും പൂരിപ്പിക്കാൻ. അങ്ങനെ തരുമ്പോൾ ആ ഫോമിനകത്ത് ചോദിക്കുന്ന എന്താ? നമ്മുടെ പേര് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് വാപ്പയുടെ പേര് ചോദിക്കും. ഒരുവിധപ്പെട്ട എല്ലാവരും പറയും വാപ്പയുടെ അച്ഛൻ്റെ ഒക്കെ പേര്. മുത്തച്ഛന്റെ പേരെന്ന് ചോദിച്ച് 1 പതുങ്ങും. മൂത്താപ്പയുടെ പേരെന്ന് ചോദിച്ച് 1 അമ്പരക്കും. എന്നിട്ട് പെട്ടെന്ന് പറയും. ഇനി അതിനു മുമ്പുള്ള ഒരാളുടെ പേര് ചോദിച്ച് നിങ്ങളുടെ പേരും നിങ്ങളുടെ തെളിവും മാത്രം കൊടുത്താൽ പോരാ. ഈ രേഖ അനുസരിച്ച് നിങ്ങളുടെ പിതാമഹന്മാർ എവിടെ ജനിച്ചു എന്ന് പറയണം. അപ്പൊ ജനിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ജനന സർട്ടിഫിക്കറ്റ് വേണം. 1969 മുമ്പ്
ചവറ കൊട്ടുകാട്ടിൽ ജനിച്ച് ആർക്കെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ചിലർ വേണമെങ്കിൽ പാണ്ടിലോറിയുടെ മുമ്പിൽ തവള വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ച് പറഞ്ഞേക്കും. ആർക്കെങ്കിലും ഉണ്ടോ 969 മുമ്പ് ചവറ പഞ്ചായത്തിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? 969 ജനന മരണ രജിസ്റ്റർ കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതില്ല. അപ്പൊ എന്താ ചെയ്യുക? വയറ്റാട്ടിയോട് പോയി ചോദിക്കാനേ പറ്റും. വയറ്റാട്ടി എന്തോ പറയും? തച്ചുവേല മമ്മൂഞ്ഞ് ഒരു വെള്ളപ്പൊക്ക കാലത്തായിരുന്നു. അവന്റെ പെങ്ങളുണ്ടല്ലോ ഫാത്തിമ, അവിടെ കെട്ടിച്ച, എവിടാ? കൊട്ടാരക്കര കെട്ടിച്ച. അവിടെ ജനന തീയതി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അല്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? രേഖയില്ല. ഈ രേഖയില്ലാത്തവരുടെ സ്ഥാനം എവിടെയാ? ആ സ്ഥാനമാണ് ഡിറ്റൻഷൻ സെന്റർ. ഇതാണ് പ്രശ്നം. അല്ലാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഈ യോഗ സ്ഥലങ്ങളിലെല്ലാം ഉന്നയിക്കപ്പെടുന്ന ഒരു ജർമ്മൻ വാചകമുണ്ട്. എല്ലാവരും എല്ലാ യോഗത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതൊരു കവിതയായിട്ടാ പലരും പറയും. പക്ഷെ അത് കവിതയല്ല. 946 നടത്തിയ ഒരു കുറ്റസമ്മതമാണ്. ഒരു ലൂതറിൻ ഫാദർ ആയിട്ടുള്ള, പാതിരിയായിട്ടുള്ള ഒരു നെപ്ലർ എന്ന് പറയുന്ന ആൾ നടത്തിയ കുറ്റസമ്മതമാണ്. അയാൾ ആ കുറ്റസമ്മതത്തിലൂടെ പറഞ്ഞു, ഈ ഹിറ്റ്ലറുടെ പട്ടാളക്കാർ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കി വന്നു. ഞാൻ മിണ്ടാൻ പോയില്ല. കാരണം എന്താ? എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത് അവർ തൊഴിലാളി വർഗ പ്രവർത്തകരെ തിരക്കി വന്നു. ഞാൻ മിണ്ടാൻ പോയില്ല. കാരണം എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല. അവർ ജനാധിപത്യവാദികളെ തിരക്കി വന്നു. ഞാൻ മിണ്ടിയില്ല. അവർ ജൂതന്മാരെ തിരക്കി വന്നു. ഞാൻ അനങ്ങിയില്ല. അവസാനം അവരെന്നെ തിരക്കി വന്നപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇതാണ് നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിന് ബദലായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ആശയം ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണിത്. ഇത് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല, പുറത്തുനിന്ന് വരുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് എല്ലാവരെയും ബാധിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരാളിനെ ബാധിക്കുന്നതിനപ്പുറം നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ ഇടപെടുന്നത്? എന്തുകൊണ്ടാണ് ജനാധിപത്യവാദികൾ ഇടപെടുന്നത്? രണ്ട് പ്രശ്നമുണ്ട് അതിനകത്ത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും സമയക്കുറവ് പോലും പോകുന്നില്ല. കൊല്ലം ആയത്തിൽ ഷഹീൻബാദ് മോഡലിൽ ഒരു സമരം നടക്കുന്നു. ഞങ്ങളൊക്കെ അതിൽ പ്രസംഗിച്ചവരാണ്. ഞാൻ പ്രസംഗിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഒന്നല്ല 3-4 പേര് വിളിച്ചിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത്, സാറേ നിങ്ങൾ എന്തിനാണ് ഈ സമീകരിച്ച് പ്രസംഗിക്കുന്നത്? അതായത് ഹിന്ദു തീവ്രവാദത്തെ ഇസ്ലാം തീവ്രവാദത്തെ ഒരുപോലെ എതിർക്കുന്നതിനാണ്. ഇതാണ് അവരുടെ ചോദ്യം. എന്നിട്ട് അവർ പറയുകയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന് എന്താ കുഴപ്പം? തീർന്നില്ലേ പ്രശ്നം? ഇസ്ലാമിക രാഷ്ട്രത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരാൾ ഹിന്ദു രാഷ്ട്രവാദത്തിനെതിരെ എങ്ങനെയാ വിരൽ ചൂണ്ടുന്നത്? വർഗീയവാദികളുടെ പ്രശ്നം എന്താ? ഒരു വിരൽ മറ്റൊരു വർഗീയവാദിക്കെതിരെ ചൂണ്ടിയാൽ പിന്നെ ഒരു 3 വിരൽ ഇങ്ങോട്ടിരിക്കുക. നമ്മളെല്ലാവരുടെയും ഒരു പ്രശ്നം അത്. ഒരു വിരൽ വർഗീയവാദിക്കെതിരെ ചൂണ്ടിയാൽ ഒരു 3 വിരൽ ഇങ്ങോട്ടിരിക്കുക. മലപ്പുറം ജില്ലയിലെ ഒരു സുഹൃത്ത് മെനഞ്ഞാന്ന് നടത്തിയ ഒരു സംസാരം നിങ്ങൾ കേൾക്കണം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തോടും സംസാരിക്കുന്നു. ഞാനത് കേട്ടോണ്ടിരിക്കുക. ഇയാൾ വെച്ച് കാച്ചുന്നു, ഈ മലപ്പുറം ജില്ലയിൽ പൗരത്വ ബില്ലിനെതിരായിട്ട് അക്രമാസക്തമായ സമരങ്ങളൊന്നും ഇല്ലല്ലോ, പ്രതിഷേധം മാത്രമല്ലേ ഉള്ളൂ. അയാളൊന്ന് ചിരിച്ചു. എന്നിട്ട് അയാൾ തിരിച്ചു ചോദിച്ച്, ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ ജോലി എടുക്കുന്ന ജില്ല ഏതാ സാറേ? അപ്പൊ അയാൾ പറഞ്ഞു, തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ സാറേ? തൃശ്ശൂർ. അവിടെ അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആർക്കാ? മലപ്പുറം ജില്ലയിലുള്ളവർക്ക് അറിയാവുന്ന എന്ന് പറഞ്ഞാൽ എന്റെ മലയാളം എന്താ? ഇസ്ലാം എന്താണെന്ന് അറിയാവുന്നവൻ കത്തിയെടുക്കത്തില്ലെന്നാ. ഇസ്ലാം എന്താണെന്ന് അറിയാവുന്നവൻ കലാപം നടത്തത്തില്ലെന്നാ. ഇത്ര വിശാലമായ ഒരു മതം, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം പോലും വേണ്ട. ഇവിടെ ഇരിക്കുന്ന വാങ്കുവിളി മുഴങ്ങുന്നു. മതപണ്ഡിതന്മാരൊക്കെ യോഗത്തിൽ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്നവരാ. വാങ്കുവിളി കേൾക്കുന്നു, നിസ്കരിക്കണം. നെറ്റ് താഴെ തൊടുവിച്ച്, കൈ രണ്ടും തൊടുവിച്ച്, മുട്ട് താഴെ തൊടുവിച്ച് അവിടേക്ക് നോക്കി നിന്നുകൊണ്ട് ഒരു ഇടനിലക്കാരനുമില്ലാതെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് എന്ന സ്ഥലം പൊളിച്ച് അടുക്കിയിട്ട് അവിടെ അമ്പലം പണിയാൻ 250 കോടി രൂപയും കൊടുത്തിട്ട് നിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം വേറെ തരാമെന്ന് പറഞ്ഞപ്പോ ക്ഷമയോടുകൂടി നിന്നവന്റെ പേരാ ഇസ്ലാം. അതെ, RSSകാർക്ക് മനസ്സിലാവണം. 800 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചതാ ഇസ്ലാം. ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പെടുത്ത് കളഞ്ഞപ്പോ നിഷ്പക്ഷമതികളായിട്ടുള്ള ചിലർ പറഞ്ഞു, ഇന്ത്യക്ക് എല്ലായിടവും ഒരു നിയമം പോലെ എന്തിന് ജമ്മു കാശ്മീരിന് പ്രത്യേക നിയമം എന്ന് ചോദിച്ചു.
അമിത്ഷായുടെ പ്രസംഗം കേട്ടോ? അദ്ദേഹം പറയുകയാണ്, കാശ്മീർ താഴ്വരയിൽ ഇനി ആർക്കും ഭൂമി വാങ്ങിക്കാം, കാശ്മീരിലെ പെൺകുട്ടികളെ ഇനി ആർക്കും കല്യാണം കഴിക്കാം. ഇത് പഴയ അടവാ കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്ന മഹാസാമ്രാജ്യം, അതിന്റെ ശിരസാണ് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി ജമ്മു കാശ്മീരിൽ അസ്വസ്ഥത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? അവിടെ പ്രത്യേക പദവി ഉണ്ടായി. ഞാൻ ഭൂട്ടാനിൽ പോയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പല രാജ്യങ്ങളും സന്ദർശിച്ചുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഭൂട്ടാന്റെ കഥ പറയുന്നത് പറയാം. ഞാൻ നേപ്പാളിൽ പോയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ പോകാൻ എളുപ്പമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ ഫ്ലൈറ്റിൽ പോകാം, കാഠ്മണ്ഡുവിൽ ഇറങ്ങാം, അല്ലെങ്കിൽ പറോ വിമാനത്താവളം ഉണ്ട്. ഭൂട്ടാനിലാണെങ്കിൽ പറോ വിമാനത്താവളത്തിൽ ഇറങ്ങാം. ഒരു കുഴിക്കകത്താ, ഒരു മലയുടെ അടിയിൽ ഒരു കുഴിക്കകത്താ ഈ വിമാനത്താവളം. രണ്ടിടത്തും ചെന്നിറങ്ങിയിട്ട് ആ നാട്ടിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെന്നിറങ്ങിയതിന് ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ സെന്ററിൽ ചെന്നിട്ട് ഇന്ത്യയിലെ വോട്ടർ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേപ്പാളിലും പോകാം, ഭൂട്ടാനിലും പോകാം. വേറെ രാജ്യമാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് മണിപ്പൂരിൽ പോകാൻ പറ്റുമോ? മണിപ്പൂരിൽ പോകണമെങ്കിൽ ILP എടുക്കണം, ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. നാഗാലാൻഡിലും മേഘാലയത്തിൽ പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അവിടെ നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാൻ പറ്റത്തില്ല. നാഗാലാൻഡിൽ പ്രത്യേക പതാക തന്നെ ഉണ്ട്. അപ്പൊ ജമ്മു കാശ്മീരിന് മാത്രം എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയാണുള്ളത്. ജമ്മു കാശ്മീരിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ജമ്മു കാശ്മീർ രണ്ടാക്കി. എന്നിട്ട് പറയാ ഇന്ത്യക്ക് ഒരു നിയമം. രണ്ടാമതാ മുത്തലാഖ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു മുത്തലാഖ് പാടില്ല. നമ്മളും പറഞ്ഞു മുത്തലാഖ് പാടില്ല. മുസ്ലിം സമുദായത്തിലെ വിദ്യാസമ്പന്നരായ എല്ലാവരും പറയുന്നു മുത്തലാഖ് പാടില്ല. പക്ഷെ കല്യാണം ഒഴിയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഒരുപാട് ഭാര്യമാരുള്ളത് മുസ്ലിങ്ങളിൽ മാത്രമാണ്. ശ്രീകൃഷ്ണൻ എത്ര ഭാര്യയുണ്ട്? കേസെടുത്താൽ എത്ര ജയിലിൽ കിടക്കും? അഡ്വക്കേറ്റ് രശ്മിതയൊക്കെ നല്ല നിയമപാണ്ഡിത്യമുള്ള 16,008 പെണ്ണുങ്ങളാണ് ശ്രീകൃഷ്ണനുള്ളത്. എത്ര കേസിൽ അദ്ദേഹം പ്രതിയാകും? പാഞ്ചാലിക്ക് എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ട്. ഈ 5 പേർക്കും പ്രത്യേക ഭാര്യമാര് വേറെയുണ്ട്. മുത്തലാഖ് എന്ന് പറയുന്നത് സുപ്രീം കോടതി നിർത്തലാക്കി, നിയമം മൂലം നിരോധിച്ചു. പിന്നെ അതിന്റെ പുറത്തൊരു നിയമം വേണ്ട. നിങ്ങൾ കൈചൂണ്ടി മുക്ക്, പഴയ നമ്മുടെ കൈചൂണ്ടി മുക്ക്, ടൈറ്റാനിയം ആശുപത്രി ചെന്ന് നോക്കിയ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസവ വാർഡ്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ സ്ത്രീകൾക്ക് മാത്രം? പ്രസവ വാർഡിന്റെ അടിക്ക് സ്ത്രീകൾക്ക് മാത്രം എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. മുത്തലാഖ് നിരോധിച്ചു കോടതി. പിന്നെ അതിന്റെ പുറത്ത് നിയമം വേണ്ട. നിയമം കൊണ്ടുവന്ന എന്തിനാ? കല്യാണം കഴിച്ചൊഴിയുന്ന പുരുഷന് 3 വർഷം തടവ്. മുസ്ലിം നിയമം അനുസരിച്ച് വിവാഹം എന്താ? ഒരു സിവിൽ കോൺട്രാക്ട്. പയ്യന്റെ പിതാവും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആൾക്കാരും തമ്മിലുള്ള ഒരു സിവിൽ കോൺട്രാക്ട്. നിയമമോ ക്രിമിനൽ നിയമം എടുത്തിരിക്കുന്നു അതിന്റെ പേര്. ഇത് ക്രിസ്ത്യൻ നിയമത്തിലുണ്ടോ? ഇല്ല. ഇത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുണ്ടോ? ഇല്ല. അപ്പൊ മുത്തലാഖിന്റെ പേരിൽ ആരെയാണ് ശിക്ഷിക്കാൻ തീരുമാനിച്ചത്? മുസ്ലിങ്ങളെ മാത്രം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് ഇസ്ലാമിന്റെ പാരം, എന്താണ് ഹിന്ദു മതത്തിന്റെ പാരം? നിങ്ങൾ ഒരു RSSകാരെ കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കുന്ന പടം എന്തുവാ? വിവേകാനന്ദന്റെ പടം. ആരാ വിവേകാനന്ദൻ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വിട്, നിങ്ങൾ രശ്മിതയെ പോലുള്ള ആളുകളെ എല്ലാം വിട്, നിങ്ങൾ നിഷ്പക്ഷരായി പറയുന്ന എല്ലാവരെയും വിട്. നിങ്ങൾ വിവേകാനന്ദനെ എടുക്കും. എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? വിവേകാനന്ദന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്തുവാ? കേരളത്തിൽ അദ്ദേഹം വന്നു. കേരളത്തിൽ അന്ന് മലബാറിൽ വന്നു. അവിടെ വന്നപ്പോഴാണ് ഒരു നമ്പൂതിരി ഇങ്ങനെ പല്ലക്കിനകത്ത് പോകും. 4-5 പേര് അവരെ ചുമന്നുകൊണ്ട് പോകും. അപ്പൊ ചുമന്നുകൊണ്ട് പോകുന്ന ആളുകൾ സ്പീഡ് കുറയുമ്പോൾ ഈ നമ്പൂതിരി തോളയിലിട്ട് ചവിട്ടുക. അപ്പൊ അവിടുന്ന് വരുന്ന ആളുകളെല്ലാം ഓടി അപ്പുറത്തെ വയലോട്ട് പോകും. വിവേകാനന്ദൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ, നല്ല തമാശ, അങ്ങനെയൊക്കെ വട്ടി പിടിച്ചു കേട്ടോ. അങ്ങനെ പുള്ളി പറഞ്ഞു ഇതൊന്നും മാതിരി ഭ്രാന്തി പിടിച്ച സ്ഥലമാണല്ലോ. സഹിക്കാൻ വയ്യാഞ്ഞ് കന്യാകുമാരി വന്നു. കടൽ കണ്ടെടുത്തങ്ങ് ചാടി. പുള്ളി നീ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. നീന്തൽ അറിയാവുന്നതുകൊണ്ട് നീന്തി അപ്പുറത്തെ പാറയ്ക്കകത്ത് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി വള്ളത്തിനകത്ത് നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നു. പുള്ളി മദ്രാസിൽ ചെന്നു. 3 മാസം എടുത്ത് കപ്പൽ കയറി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിക്കാൻ കയറി. ചെന്നപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഇതാണ്ട് നെറ്റിയിലൊരു കുറി. അത് പിന്നെ പുള്ളിയുടെ പെൺമക്കളുടെ ഉദ്ദേശമല്ല, അല്ലാതെ കുറി ഇട്ടു എന്നുള്ളത്. നെറ്റിയിലൊരു കുറി, ഒരു പട്ടുകൊണ്ടുള്ള ഒരു കെട്ട്, തടിച്ചെരുപ്പിന്റെ പുറത്ത് കയറി നിൽക്കുക ഒരാള്. ആളുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്ത് കൂവി അങ്ങനെ മിണ്ടാൻ പറ്റിയില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ആ പരിപാടി സംഘടിപ്പിച്ച ഒരു മദാമ പെങ്കൊച്ച് വന്നിട്ട് വിവേകാനന്ദനുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവൾ വിചാരിച്ചു ഇവിടെ വന്നതിനേക്കാൾ ഏറ്റ സാധനമായിരിക്കുന്നത് ചെറിയ ആളൊന്നുമല്ല, വലിയ പണ്ഡിതനാണ്, ദിഷണാശാലിയാണ്, ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക. പുള്ളി കയറി പ്രസംഗിക്കാൻ നിന്നു. അവിടെ പ്രസംഗകരുടെ എല്ലാം വാദം എന്താ അറിയാവോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വിവേകാനന്ദൻ പറഞ്ഞു, മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒരു മുട്ടുസൂചി വേണം കേൾക്കാം.
അവര് ഇദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി. ഇയാൾ ആര്? വിവേകാനന്ദൻ പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ആർഷഭാരത്. ഞാൻ ആർഷഭാരതത്തിൽ നിന്നാണ് വരുന്നത്. ഭാരതം എന്ന് കേട്ടിട്ടുണ്ട്, ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്, എന്തിടെ ഈ ആർഷഭാരതം? വിവേകാനന്ദൻ ഒറ്റ വാചകത്തിൽ ഒരു വിശദീകരണം കൊടുത്തു. ലോകത്ത് പല സ്ഥലങ്ങളിലും മതവിശ്വാസികളെ ആട്ടി ഓടിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും സ്വാഗത കവാടം തുറന്നിട്ട് കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുകയും ജനങ്ങൾ ആവേശപൂർവ്വം കൈയടിച്ചു. ഹിന്ദു മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു മതമല്ല, ക്രിസ്തു മതം അടിച്ചേൽപ്പിക്കാൻ പാടുള്ള മതമല്ല. ടിപ്പു സുൽത്താൻ വടക്കൻ കേരളത്തിൽ വന്നതുകൊണ്ടാണ് മുസ്ലിം ആയത് എന്ന് പറയുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കലാണ്. ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു മതമല്ല. നിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു മതമല്ല, അത് കാരുണ്യത്തിന്റെ മതമാണ്. ഇത് സാഹോദര്യത്തിന്റെ മതമാണ്. ഇസ്ലാം മതത്തെ കുറിച്ച് ലോകം പറയുന്നത് സാഹോദര്യത്തിന്റെ മതം, ക്രിസ്തു മതത്തെ കുറിച്ച് പറയുന്നത് കാരുണ്യത്തിന്റെ മതം, ഹിന്ദു മതത്തെ കുറിച്ച് പറയുന്നത് ലോകമേ തറവാട്, ഈ പുൽകളും പുഴുക്കളും എല്ലാം ലോകത്തിന്റെ തറവാട്ടിലെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തെ സുഹൃത്ത് പറഞ്ഞത്, എനിക്ക് ഇസ്ലാം എന്താണെന്നറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കലാപം ഉണ്ടാവില്ല. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. ഈ സ്റ്റേജിൽ തീപിടുത്തം ഉണ്ടായാൽ മറ്റൊരു തീ കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ നേരിടുക. ഈ സ്റ്റേജിൽ തീപിടുത്തം ഉണ്ടായാൽ നിങ്ങൾ വെള്ളം കൊണ്ട് അതിനെ നേരിടണം. മതേതരത്വം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത്, അല്ലാതെ വർഗീയത കൊണ്ട് വർഗീയത നേരിടരുത്. ഹിന്ദു രാഷ്ട്രത്തിന് ബദലായിട്ട് ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കല, ഇസ്ലാം രാഷ്ട്രത്തിന് ബദലായിട്ട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കല. വിശ്വാസം നിങ്ങളുടെ സ്വന്തം ആവശ്യമാണ്. ഭരണഘടനയിൽ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ചർച്ച വന്നത് ആദ്യം അതല്ല. ആ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ 2-3 ആഴ്ച എടുത്ത് ഭരണഘടന അസംബ്ലിക്കാർ. എന്താ കാര്യം എന്നറിയോ? ONV സാറിന്റെ നാടായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ONV സാറിന്റെ മനോഹരമായ ഒരു പ്രണയഗാനം ദേവരാജൻ മാഷിലേക്ക് കിട്ടി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഈ ദേവരായ മാഷ് എന്ന് പറയുന്ന സംഗീത പ്രതിഭ ഈ അരികിൽ എന്ന വാക്കിന് സംഗീതം കൊടുക്കാൻ 2 ആഴ്ച ഇതും പിടിച്ചോണ്ട് നടന്നു. ഇപ്പോഴത്തെ സംഗീതജ്ഞർക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മായി 12 ചുട്ട്, മോള് 3 എടുത്തോണ്ട് ഓടി, അതിലത്തെ പട്ടി 2 എടുത്തോണ്ട്, ഒരു സംഗീതവും വേണ്ട. ദേവരായ മാഷ്ക്ക് അതുപോലെ മെലഡി ചെയ്യണം, നല്ല മനോഹരമായി. അതുകൊണ്ട് നമ്മൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അത് കേൾക്കും. ആ മനുഷ്യൻ ഏറ്റവും അവസാനം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ട്യൂൺ കിട്ടി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പാടിക്കഴിഞ്ഞാൽ യോഗം പിരിച്ചുവിടാൻ അധ്യക്ഷൻ വേണ്ടി വരത്തില്ല, അതുകൊണ്ടാണ് പാടാത്തത്. ഒരു പണ്ഡിതൻ ഇവിടെ പ്രസംഗിക്കാനും ഇരിക്കുന്നു. അതുപോലെ ആരുടെ ദൈവത്തിന്റെ പേരിൽ തുടങ്ങണം? ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരിൽ തുടങ്ങണം. അപ്പൊ ഏത് ദൈവത്തിന്റെ? ഇസ്ലാം മതവിശ്വാസികൾ ലോകത്തിന്റെ സൃഷ്ടിനാഥൻ അള്ളാഹുവാണ്. സൃഷ്ടിക്കപ്പെട്ടതിനെ ആരാധിക്കാൻ പാടില്ല, സൃഷ്ടി ആരാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ പേര് തുടങ്ങിയാലോ? അപ്പൊ ക്രൈസ്തവർ അവര് ഇന്ത്യ ലോകം സൃഷ്ടിച്ചത് ആരാ? യഹോവയാണ്. അപ്പൊ യഹോവയുടെ പേര് തുടങ്ങാൻ പറ്റും. ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് ബ്രഹ്മാവാണ് ലോകത്തിന്റെ സൃഷ്ടാവ്, അപ്പൊ ബ്രഹ്മാവിന്റെ പേര് തുടങ്ങാൻ പറ്റും. സിഖ് മതവിശ്വാസം അനുസരിച്ച് നാനാക്കുമാരാണ് ലോകം സൃഷ്ടിച്ചത്, അപ്പൊ അതിന്റെ പേര് തുടങ്ങാൻ പറ്റും. അവസാനം പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ കൈവൈ. നിങ്ങൾ പള്ളിയിൽ പോകേണ്ടവരവിടെ പോ, അമ്പലത്തിൽ പോകേണ്ടവരവിടെ പോ. ഇത് മതേതര രാഷ്ട്രം. ഇവിടെ ജനങ്ങളാണ് പരമാധികാരി. ദൈവത്തിന്റെ സ്ഥാനത്ത് പരമാധികാരികളായി മതത്തിന്റെ സ്ഥാനത്ത് ജനങ്ങളെ സ്ഥാപിച്ച ഭരണഘടനയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നീതി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാഹോദര്യം. ഇതൊന്നും ചുമ്മാതെ ഉണ്ടായതല്ല. രാജാക്കന്മാരുടെ ഭരണകുത്തകാലത്ത് 1789 ഫ്രഞ്ചിൽ നടന്ന വിപ്ലവമാണ് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം വെക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടാവുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ വോട്ടവകാശം ഉണ്ടാവുന്നത്. ഈ തുല്യത എന്നുള്ളത്, ഈക്വാലിറ്റി എന്നുള്ളത്, ഈക്വൽ ടു റൈറ്റ് എന്നുള്ളത് രാജ്യത്തിന്റെ സത്തയാണ്. ആ സത്ത ഉയർത്തിപ്പിടിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കക്ഷി രാഷ്ട്രീയമല്ല.